പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ നിയമപോരാട്ടം നടത്തിയത് ബി.ജെ.പി. നേതാവായ ഷോൺ ജോർജാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ വസതിയിൽ ഇ.ഡി. എത്തുമ്പോൾ അതിൽ പ്രതികരിച്ച് ഷോൺ ജോർജ് രംഗത്ത് വന്നു. നിയമപോരാട്ടത്തെ അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും തടസ്സപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെന്ന് ഇ.ഡി. പരിശോധനയ്ക്കിടെ ഷോൺ ജോർജ് പ്രതികരിച്ചു. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കേണ്ടത് ഇ.ഡിയാണ്. പിണറായി വിജയനും മകളും ഈ കേസിൽ കുറ്റക്കാരാണ്. അവർ കേരളത്തെ വിറ്റു. അതുവഴി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അത് വിദേശത്തേക്ക് കടത്തി. അന്വേഷണം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയനും മകളും ജയിലിൽ പോകുന്നത് കേരള സമൂഹം കാണും എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് പുലർച്ചെയോടെയാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ പിണറായിയുടെ വീട്ടിലെത്തിയത്. പിണറായി വിജയനും മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ 12 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് വിവരം. പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ്, CMRL MP ശശിധരൻ കർത്ത, സീനിയർ മാനേജർ ചന്ദ്രശേഖർ എന്നിവരുടെ വീടുകളിലും CMRLന്റെ ഓഫീസുകളിലും പരിശോധന നടക്കുന്നുണ്ട്. വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ.ഡി. അന്വേഷണം റദ്ദാക്കണമെന്ന ആലുവയിലെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന്റെ ആവശ്യമാണ് ഹൈക്കോടതി ഇന്നലെ തള്ളിയത്. ഇ.ഡിയുടെ അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങുകയായിരുന്നു. മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് ഇ.ഡി. അന്വേഷിക്കുന്നത്. ഇ.ഡി. അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന IT കമ്പനിക്ക് CMRL നിയമവിരുദ്ധമായി വൻതുക നൽകിയെന്നാണ് പ്രധാന ആരോപണം. IT സേവനങ്ങൾ ഒന്നും നൽകാതെ 1.72 കോടി രൂപ എന്തിനാണ് നൽകിയതെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇ.ഡിക്കൊപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇ.ഡി. ലക്ഷ്യമിടുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നതിനാൽ ഇ.ഡിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് CMRL വാദിച്ചത്. കേസിൽ ആദായ നികുതി വകുപ്പും SFIOയും നടത്തിയ അന്വേഷണങ്ങളിലും കൈമാറിയ തുകയ്ക്ക് സേവനം നൽകിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. എറണാകുളത്തെയും ബംഗളൂരുവിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണങ്ങളിലും എക്സാലോജിക്കിന് എതിരായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഇ.ഡി. അന്വേഷണത്തിന് ബംഗളൂരു രജിസ്ട്രാർ ശുപാർശയും ചെയ്തിരുന്നു. എന്തായാലും പിണറായി വിജയൻ കുടുങ്ങുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ന് പുലർച്ചെയാണ് ഇ.ഡി. എത്തിയത്. 12 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. എറണാകുളത്തെ ശശിധരൻ കർത്തയുടെ വീട്ടിലടക്കം ഇ.ഡിയുടെ പരിശോധന ഇപ്പോൾ നടന്നുവരികയാണ്.